കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിപിടിയിൽ അസം സ്വദേശി അമിത് മാളയിൽ നിന്നുമാണ് പിടിയിലായത്. ഗോകുൽ രമേശ് ഉണ്ട് നമുക്കൊപ്പം. ഗോകുൽ, ഒടുവിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. എവിടെ നിന്നാണ് പിടികൂടിയത്? എന്താണ് വിവരങ്ങൾ? സേതു, ഏറ്റവും പെട്ടെന്ന് കിട്ടിയ വിവരമാണ്. അതായത് തൃശ്ശൂരിലെ മാള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള അസം സ്വദേശി അമിത് എന്ന് പറയുന്ന യുവാവിനെയാണ് ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. തൃശ്ശൂർ റൂറൽ പോലീസാണ് പിടികൂടിയിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തി വരികയായിരുന്നു. കോട്ടയത്ത് നിന്നും കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സംസ്ഥാനം ഒട്ടുക്കുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ അല്ലെങ്കിൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും പ്രതിയുമായി ബന്ധപ്പെട്ട വിവരം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനയിലാണ് തൃശ്ശൂർ റൂറൽ ഭാഗത്തു നിന്നും പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ പ്രതിയെ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി സ്വീകരിക്കുന്നുണ്ടാവുക. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, കൊലപാതകം ഉണ്ടായതിനു ശേഷം ഉച്ചയോടുകൂടി തന്നെ പ്രതിയുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അവിടെ ആ കൊലപാതകം നടന്ന വീട്ടിൽ തന്നെ ജോലിക്ക് നിന്നിരുന്ന അമിതാണ്, ആസാം സ്വദേശിയായിട്ടുള്ള അമിതാണ് എന്ന് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള തെളിവുകളുടെയും പരിശോധനാ റിപ്പോർട്ടുകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പ്രതിയെ തിരിച്ചറിയുകയുണ്ടായത്. തുടർന്ന് അയാളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളായിരുന്നു പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഏത് വിധത്തിലാണ് അയാൾ തൃശ്ശൂരിലേക്ക് പോയത്, ട്രെയിൻ മാർഗ്ഗമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ബസ് മാർഗ്ഗമാണോ അതോ ട്രെയിൻ മാർഗ്ഗമല്ലോ ആണോ അത്തരത്തിൽ തൃശ്ശൂരിലേക്ക് പോയത്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണോ പിടിയിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രതി ഒരു 6 മാസം മുമ്പ് ഇവിടെ അതേ വീട്ടിലൊരു മറ്റൊരു കാര്യം, ഈ പ്രതിയെ പിടികൂടിയെങ്കിലും ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ഈ കൃത്യം നടത്തിയത് എന്ന കാര്യത്തിൽ കൂടി സ്ഥിരീകരണം വരേണ്ടതില്ലേ? സേതു, നിലവിൽ ആ കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ കൊലപാതകം നടന്ന ആ ഭാഗങ്ങളിൽ നിന്നും വിരലടയാള വിദഗ്ധർ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അമിതിൻ്റെ മാത്രം ഫിംഗർ പ്രിൻ്റാണ് ലഭ്യമായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ സാഹചര്യത്തിൽ പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ പോലീസിനുണ്ട്. പക്ഷേ ആ കുറ്റകൃത്യം വളരെ ആസൂത്രിതമായിരുന്നു, വളരെ പ്ലാൻ ചെയ്ത് ദിവസങ്ങളോളം ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങളും പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോട്ടയം നഗരത്തിലെത്തുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ബിനോ എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് അയാൾ റൂം എടുത്തത്. ലോഡ്ജിലെ 7-ാം നമ്പർ മുറിയിൽ താമസിച്ചു. തുടർന്നുള്ള 2 ദിവസം ഈ സംഭവം നടക്കുന്ന തിരുവാതിക്കലെ ആ വിജയകുമാറിൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ അയാൾ സ്ഥിരമായിട്ട് വരുമായിരുന്നു, കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. സംഭവങ്ങൾ നടത്താൻ അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളും ആസൂത്രണങ്ങളും ഈ 2 ദിവസങ്ങളിലാണ് നടത്തിയത്. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ ഈ ലോഡ്ജിൽ നിന്നും മുറി വെക്കേറ്റ് ചെയ്യുന്നു. തുടർന്ന് തൊട്ട് സമീപത്ത് തന്നെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ പകൽ മുഴുവൻ ചെലവഴിച്ചതിന് ശേഷം അന്ന് രാത്രിയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി തിരുവാതിക്കലെ വീട്ടിലേക്ക് പ്രതി എത്തുകയുണ്ടായത്. ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പ്രതി ഒരുപക്ഷെ ട്രെയിനിൽ തന്നെ ആയിരിക്കാം, കേരളത്തിന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ആയിരിക്കാം. ശരി, ഗോകുലിലേക്ക് മടങ്ങിയെത്താൻ വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഇന്നലത്തെ ഒരു ദിവസം രാവിലെ പകൽ മുഴുവൻ നമ്മൾ സംസാരിച്ച വാർത്തയാണ്. ഈ 2 വൃദ്ധ ദമ്പതികളെ അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം. അതിലെ പ്രതി അമിത് പിടിയിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.